കർണാടകത്തിലെ ഷിരൂരിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുൻ ഉൾപ്പെടെയുള്ള 3 പേർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. പുഴയിലടിഞ്ഞ മണ്ണും മരങ്ങളും പക്ഷേ തെരച്ചിലിനെ ദുഷ്കരമാക്കുന്നു. തെരച്ചിലിൽ ഇന്ന് ടാങ്കറിന്റെ ഭാഗങ്ങളും കയറും കണ്ടെത്തി. വാഹനത്തിന്റെ ഭാഗങ്ങൾ അർജുന്റെ ലോറിയുടേതല്ല എന്നും കയർ തന്റെ ലോറിയിൽ ഉപയോഗിച്ചതാണെന്നും മനാഫ് വ്യക്തമാക്കി. മുൻഭാഗമാണ് ഒരു ക്യാബിനോട് അവിടെ സാഹചര്യം പറഞ്ഞിരുന്നു അതിന്റെ അല്ലേ? അതെ, ഓരോരോ പാർട്സ് ആണല്ലോ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വണ്ടിയുടെ വാഹനമല്ല. രാവിലെ മറ്റേ നമ്മുടെ ഒരു ചെറിയൊരു സ്ക്രൂ പോലത്തെ ഒരു സാധനം കിട്ടിയിരുന്നല്ലോ, അതും ടാങ്കറിന്റെ ആവാനുള്ള സാധ്യത ആ ഘട്ടത്തിൽ പറഞ്ഞിരുന്നു. അതെ, അത് പുതിയതാണ്. അത് ഇനി ഭാരത് ബെൻസ് ഫ്രീ ആയിട്ട് അങ്ങനെ കൊടുക്കുന്നുണ്ടോ അറിയില്ല. നമ്മളെ പൈസ കൊടുത്തിട്ട് എന്തായാലും വാങ്ങിയിട്ടില്ല. അങ്ങനത്തെ അത് ഉപയോഗിച്ചിട്ടില്ല. ആ ഷാക്കിൾ പറഞ്ഞു നേവി ഇങ്ങനെ ഒരു കയറ് കിട്ടിയിരുന്നു. അത് ഇത് നമ്മളാണ് വാങ്ങിക്കൊടുത്ത് ഇവിടുന്ന് മുറിച്ചെടുത്തതാണ്. ഗംഗാവലി നദിയിൽ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപെ നിരവധി തവണ ഡൈവ് ചെയ്തെങ്കിലും മരങ്ങളുടെ അവശിഷ്ടങ്ങൾ കാരണം ലോറിയുടെ അടുത്തെത്താനായില്ല. ഗോവയിൽ നിന്ന് ഡ്രഡ്ജിംഗ് മെഷീൻ എത്തിയാൽ മാത്രമേ മരങ്ങൾ നീക്കം ചെയ്യാനാകൂ. AKM അഷ്റഫ് MLA തന്നെ നമ്മോടൊപ്പം ചേരുന്നു. AKM, എന്താണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഒരു സാഹചര്യം? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മുങ്ങൽ വിദഗ്ധർ പുറത്ത് വന്ന് കളക്ടറോടും MLA-മാരെ ഞങ്ങളോട് ഷെയർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എത്ര അവർ ആഴത്തിൽ പോയാലും കുറേ മരങ്ങൾ ഈ മണ്ണിടിച്ചലിന്റെ സമയത്തുണ്ടായ വലിയ വലിയ മരങ്ങളും പാറക്കെട്ടുകളല്ലാതെ വേറെ ഒരു സാധനങ്ങളും ടച്ച് ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെയാണ് ഇപ്പോൾ പെട്ടെന്ന് ഇവിടുത്തെ കളക്ടറും SP-യും ഇവിടുത്തെ MLA-യും ഞാനും അവരുമായി ആലോചിച്ച് ഈ ആശയം അവരുമായി പങ്കുവച്ചപ്പോൾ ഗോവയിൽ തുടക്കം മുതൽ നമ്മൾ പറഞ്ഞ ഡ്രഡ്ജിംഗ് മെഷീന് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. കടൽ മാർഗം അത് കൊണ്ടുവന്ന് ഈ മുകളിൽ ഡൈവ് ചെയ്ത ആളുകൾ ചൂണ്ടിക്കാണിച്ച മരങ്ങളും പാറകളും മാറ്റാനുള്ള ഒരു ശ്രമം നടത്തിയാൽ മാത്രമേ ഭാരത് ബെൻസിന്റെ അടുത്തേക്ക്, അർജുന്റെ അടുത്തേക്ക് നമുക്ക് എത്താൻ കഴിയുകയുള്ളൂ. എന്തായാലും ഡ്രഡ്ജിംഗ് മെഷീൻ ഇവിടെ എത്തിച്ചിട്ട് ഇത് മാറ്റിയാൽ മാത്രമേ ഇതിനെ നമുക്ക് ഈ തെരച്ചിലിന് കുറച്ചും കൂടി പ്രതീക്ഷ പകരുന്ന കഴിയുകയുള്ളൂ. കാരണം ഇതേപോലെ ഡൈവ് എത്ര ദിവസം നടത്തിയാലും താഴെത്തട്ടിലേക്ക് പോയി ആകെ കാണുന്നത് പാറക്കെട്ടുകളും ഈ മരങ്ങളല്ലാതെ വേറെ ഒരു സാധനം കയ്യിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് വസ്തുത. വേഗത്തിൽ നമുക്ക് നടത്തേണ്ടത് വളരെ അനുകൂലമായ ഒരു കാലാവസ്ഥയിൽ നമ്മൾ എന്തായാലും ഡ്രഡ്ജിംഗ് മെഷീൻ എത്രയും പെട്ടെന്ന് എത്തിച്ച് ഈ മുകളിലുള്ള ഇത് മാറ്റാനുള്ള ശ്രമം. കേരളത്തിൽ നിന്നുള്ള ഡ്രഡ്ജിംഗ് മെഷീൻ ഇവിടെ അത്യാവശ്യം ഇവിടെ എത്തിക്കേണ്ടതുണ്ട്. എനിക്ക് ആ ഡ്രഡ്ജിങ്ങിനെ കുറിച്ചിട്ട് അറിയാം. അതിനേക്കാളും ബെസ്റ്റ് ഗോവയിൽ എത്തിക്കുന്നത്. ഇതിൽ കേരളത്തെയും കൂടി നമ്മൾ ഇതിനൊരു പരാതി വേണ്ട, അതുകൂടി എത്രയും പെട്ടെന്ന് എത്തിക്കാനുള്ള ശ്രമം ഇവർ റിക്വസ്റ്റ് ലെറ്റർ കിട്ടിയ സ്ഥിതിക്ക് നമ്മളെ മന്ത്രി ഇടപെട്ടിട്ട് അതിങ്ങോട്ടേക്ക് അയക്കാനുള്ള ശ്രമം. ഇപ്പോഴും ആവർത്തിച്ചത് പണം നൽകാൻ തയ്യാറാണ്. അത് ഒരു താല്പര്യക്കുറവ് കേരളത്തിന്റെ ഭാഗത്തുനിന്ന് എന്ന് സംശയിക്കുന്നു. ഒരിക്കലുമല്ല. ദുരന്തമുഖത്ത് അങ്ങനെയല്ല. MLA അങ്ങനെ പറയുന്നുണ്ട്, പക്ഷെ അങ്ങനെയൊന്നുമല്ല. കേരളം എത്രയും പെട്ടെന്ന് എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പെട്ടെന്ന് ഈ തെരച്ചിൽ നടത്തുക, അതിനുള്ള തീരുമാനങ്ങൾ ഉണ്ടാവുക, അത് തന്നെയാണ് AKM അഷ്റഫ് MLA നമ്മോടൊപ്പം പങ്കുവെക്കുന്നത്. Kiran, Kerala news media called me, why you are stopping Ishwar to do his work. It is not like that. Yesterday I was there and I bought 2 local boats, and without local boats or without NDRF, KDRF, whatever, state SDRF, we cannot take the risk. For that it was delayed, nothing more than that. Today I spoke to your agriculture department in Kerala about what is the status of that particular machine, floating machine. Then he said machine with the 2 nautical miles, no problem, but operator is not well. He is having some disease problem and it has affected his liver also. That's what Mr. Agriculture Department not a dredging, just scattering the way. What I want to see now, our person is trying, right? In front of you only you are looking. He is going even down below from the ground, but he cannot open the mud. How much he can open the mud? If he opens, then again it will soil become red. ഇന്ധനാംശം കണ്ടെത്തിയ സ്ഥലവും ലോറിയുടെ ജാക്കി ഇന്നലെ കണ്ടെത്തിയ സ്ഥലവും ഉൾപ്പെടെ 4 ഇടങ്ങൾ കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ.
ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന് പുറമെ നാവികസേനയും NDRFും തെരച്ചിലിനിറങ്ങി. വിവരങ്ങളുമായി ഷിരൂരിൽ നിന്ന് KV ബൈജു ചേരുന്നു. ബൈജു, വലിയ പ്രതീക്ഷ ഇന്നലെ ഉണ്ടായിരുന്നു. ഏകദേശം 24 മണിക്കൂർ കഴിയുമ്പോഴേക്കും കൃത്യമായൊരു ചിത്രമുണ്ടാകും. അർജുനെ തേടിയുള്ള ആ തെരച്ചിലിൽ ഉത്തരമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ തെരച്ചിൽ വീണ്ടും നീണ്ടുപോകുന്ന ഒരു സാഹചര്യം. ഒരുപക്ഷെ ഇനിയുള്ള ദിവസങ്ങളിൽ അത് നേരിടുന്ന പ്രതിസന്ധി, വെല്ലുവിളിയൊക്കെ ബാക്കിയുണ്ട്. എങ്ങനെയാണ് കഴിഞ്ഞ മണിക്കൂറുകൾ കടന്നുപോയത്? അപർണ, തീർച്ചയായും ഇത് സംബന്ധിച്ച് വിശദീകരിക്കുന്ന ഒരു വാർത്താ സമ്മേളനം അല്പസമയത്തിനകം ഉണ്ടാകും. ജില്ലാ കളക്ടർ KM അഷ്റഫ്, അതുപോലെ തന്നെ മറ്റ് കാർവാർ MLA ഉൾപ്പെടെയുള്ളവർ അതിന് ഒരുങ്ങിയിരിക്കുകയാണ്. ഏതായാലും ഇന്ന് രാവിലെ വലിയ പ്രതീക്ഷയായിരുന്നു. കാരണം അൽപ്പയുടെ നേതൃത്വത്തിൽ ഇന്നലെ നടത്തിയ തെരച്ചിലിൽ 3 വസ്തുക്കൾ, അർജുന്റെ ലോറിയുടെ വസ്തു സ്ഥിരീകരിച്ച വസ്തുക്കൾ കിട്ടിയതുകൊണ്ട് തന്നെ ഇന്ന് വലിയ പ്രതീക്ഷയായിരുന്നു മൽപ്പ ഇത്തരത്തിൽ ഗംഗാവലി പുഴയിൽ തെരച്ചിൽ നടത്തുമ്പോൾ. ഒപ്പം രാവിലെ നാവികസേന കൂടി എത്തിയതോടുകൂടി തെരച്ചിൽ ഊർജ്ജമായി എന്ന് വേണം പറയാൻ. പക്ഷേ കാര്യമായ ഒരു വസ്തുക്കളും തെളിവുകളൊന്നും ഇന്ന് നിർണായകമായി പറയാവുന്ന തെളിവുകളൊന്നും കിട്ടിയില്ല എന്ന് വേണം പറയാൻ. ഇനി ആകെ പ്രതീക്ഷയുള്ളത് തിങ്കളാഴ്ച ഇത്തരത്തിൽ ഡ്രഡ്ജിംഗ് മിഷൻ ഗോവയിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. അത് 50 ലക്ഷം രൂപ മുടക്കിയാണ് ആ യന്ത്രം വാടകയ്ക്കെടുത്താണ് ഇവിടെ കൊണ്ടുവരുന്നത്. അതിൽ 25 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു എന്നാണ് KM അഷ്റഫ് MLA വ്യക്തമാക്കിയത്. അതുകൂടി വിശദമാക്കാനാണ് ഇപ്പോൾ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത്. ആ യന്ത്രം ഇനി കൊണ്ടുവരണമെങ്കിൽ തിങ്കളാഴ്ച ആകും എന്ന് പറയുന്നു. നാളെ തിരച്ചിൽ ഉണ്ടാകില്ല. സ്വാതന്ത്ര്യദിന പരേഡുമായി ബന്ധപ്പെട്ട് നേവിക്കുമൊക്കെ നാളെ തിരക്കുള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ നാളെ തിരച്ചിൽ ഉണ്ടാകില്ല. ഇനി മറ്റന്നാൾ തിങ്കളാഴ്ച വരുന്ന മറ്റു ദിവസങ്ങളിൽ ഈ ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിൽ തിരച്ചിൽ ഉണ്ടാകുമോ എന്ന കാര്യത്തിലൊക്കെ വ്യക്തത ഈ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് അടിയന്തര യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ആ തീരുമാനങ്ങളും വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കും. എന്തായാലും നിലവിൽ തിരച്ചിൽ ഏതാണ്ട് ഇന്ന് അവസാനിപ്പിച്ച രീതിയിലാണ്. അവസാനത്തെ ഒരു തിരച്ചിൽ മാത്രമാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്. അവരുടെ ബോട്ടുകളും മറ്റും മടങ്ങി വരുന്നുണ്ട്. ഏതായാലും ഈശ്വർ മൽപ്പിയും ഇപ്പോൾ കരയിലേക്ക് എത്തും. ആ യോഗത്തിലും ഈശ്വർ മൽപ്പിയും പങ്കെടുത്തിരുന്നു. അദ്ദേഹം ആ യോഗത്തിൽ ഇന്ന് കാര്യമായ കണ്ടെത്തലുകളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കിയത്. ഈ കയർ നേരത്തെ ഈ മരത്തിൽ തടിക്ക് കെട്ടാൻ ഉപയോഗിച്ചിരുന്ന കയറിന്റെ കുറച്ച് ഭാഗങ്ങൾ ഇന്ന് കണ്ടെത്തിയിരുന്നു. ചോദിച്ചാൽ മറ്റ് കാര്യമായ തെളിവുകൾ ഒന്നും തന്നെ കണ്ടെത്തിയില്ല. കൃത്യമായി ഈ ചടിയിൽ പൂണ്ട് നിലയിൽ തന്നെയാണ് ലോറി ഉള്ളത് എന്ന ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ യന്ത്രം കൂടി കൊണ്ടുവരാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അത് കരമാർഗം കൊണ്ടുവരാൻ കുറച്ച് പ്രയാസമുണ്ട്. കാരണം ഇവിടെ കൊങ്കൺ റെയിൽവേ അത് കടന്നു പോകുന്നത് ഈ ശിരൂറിന് മുൻപ് ആ സ്ഥലത്താണ്. അതുകൊണ്ട് തന്നെ ഗോവയിൽ നിന്നും വരുമ്പോൾ ആ വഴി കടന്നു വരാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് കടൽ മാർഗമായിരിക്കും ഏതായാലും ഇത് യന്ത്രം എത്തിക്കുക എന്നാണ് KM അഷ്റഫ് MLA പറഞ്ഞത്. ഏതായാലും കളക്ടർ ഔദ്യോഗികമായി തന്നെ ജില്ലാ ഭരണകൂടമാണ് അതിന്റെ ചെലവ് കൂടി വഹിക്കുന്നത്. 50 ലക്ഷം രൂപ ഇത്തരത്തിൽ ആ ചെലവ് കൂടി വഹിക്കുന്നത് ജില്ലാ ഭരണകൂടമാണ്. അതുകൊണ്ട് തന്നെ ആ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലായിരിക്കും തെരച്ചിൽ നടക്കുക എന്ന് പറയാം. ഇന്ന് ഏതെങ്കിലും തരത്തിൽ ഔദ്യോഗികമായ ഒരു തെരച്ചിൽ എന്ന് പറയാൻ പറ്റില്ല. നാവികസേന ഉണ്ടായതൊഴിച്ചാൽ ജില്ലാ ഭരണകൂടത്തിന് വലിയ പങ്കൊന്നും ഇന്നുണ്ടായിരുന്നില്ല. ഈശ്വർ മൽപ്പ അദ്ദേഹത്തിന്റെ സ്വന്തം റിസ്കിൽ കാർവാർ MLAയുടെ നിർദ്ദേശപ്രകാരം ഇത്തരത്തിൽ തെരച്ചിൽ നടത്തുകയായിരുന്നു. എന്തായാലും വാർത്താ സമ്മേളനം തുടങ്ങാൻ പോവുകയാണ് അപർണ. ആ വാർത്താ സമ്മേളനത്തിലേക്ക് നമുക്ക് എന്തായാലും പോകാൻ തോന്നുന്നു. ഈ വാർത്താ സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച് ഇനി എന്തൊക്കെ രീതിയിലാണ് വരും ദിവസങ്ങളിൽ തെരച്ചിൽ ഉണ്ടാവുക എന്ന് ഒക്കെ അറിയിക്കും. മന്ത്രി മംഗൾ വൈദ്യ തന്നെയാണ് ഇപ്പോൾ വാർത്താ സമ്മേളനത്തിന് എത്തുന്നതെന്നാണ് ഏറ്റവും പ്രത്യേകത. മന്ത്രി തന്നെ വാർത്താ സമ്മേളനത്തിൽ, നമുക്ക് ദൃശ്യങ്ങൾ കാണാം. മന്ത്രി വാർത്താ സമ്മേളനത്തിലായി കടന്നു വരുന്നത്. കലക്ടറുണ്ട്, KM അഷ്റഫ് ഉണ്ട്. ഷിരൂരിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. വാർത്താ സമ്മേളനം മന്ത്രി തന്നെ നേരിട്ട്